ഇപ്പോൾ VK പ്രശാന്ത് MLA സംസാരിക്കുന്നുണ്ട്. മുറി വിവാദമാണ് വിഷയം. ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. ഏതാണ്ട് ഒട്ടുമുക്കാൽ സമയവും ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. ശാസ്തമംഗലത്തെ ഓഫീസ് തിരഞ്ഞെടുത്തതിൻ്റെ കാരണവും അതാണ്. കാരണം MLA ഹോസ്റ്റലിലേക്ക് ഒരാൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സെക്യൂരിറ്റി കാണണം, അവരുടെ അനുവാദം വാങ്ങണം, പടികൾ കയറി മുകളിലേക്ക് വരണം, അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഞാൻ ദിനംപ്രതി ഒരു 100-150 ആളുകളെയെങ്കിലും സാധാരണപ്പെട്ട മനുഷ്യരെ MLA ഓഫീസിൽ കണ്ട് അവരുടെ പ്രയാസങ്ങൾ കേൾക്കുന്ന ആളാണ്. മിക്കവാറും എല്ലാ ദിവസവും ഉച്ചനേരത്ത് ഒരു 12 മണി മുതൽ 3-3:30 മണി വരെ ഭക്ഷണം പോലും കഴിക്കാതെ ഇരുന്ന ആളുകളെ മുഴുവനായി കണ്ട് അവരുടെ പ്രയാസങ്ങൾ കേട്ട് നിവേദനങ്ങൾ സ്വീകരിച്ച് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളാണ്. എന്നെ സംബന്ധിച്ചും വട്ടിയൂർക്കാവിലെ ജനങ്ങളെ സംബന്ധിച്ചും ആ ഓഫീസ് വളരെ അനിവാര്യമായിട്ടുള്ള ആളുകൾക്ക് വന്നെത്തിച്ചേരാൻ കഴിയുന്ന ഒരു സ്ഥലത്താണ്. അതുകൊണ്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ജനങ്ങളുമായി ബന്ധമില്ലാത്തവർ ചിലപ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ താമസിച്ച് പ്രവർത്തനം നടത്തുന്നുണ്ടായിരിക്കാം. ഞാനതിനെയൊന്നും ചോദ്യം ചെയ്യുന്നില്ല. എന്നെ സംബന്ധിച്ച് വട്ടിയൂർക്കാവിലെ ജനങ്ങൾക്ക് എത്തിച്ചേരാൻ സൗകര്യമുള്ള ഒരു സ്ഥലത്താണ് നിയമാനുസരണം നഗരസഭയുടെ പെർമിഷൻ വാങ്ങി വാടക കൊടുത്ത് ഇരിക്കുന്നത്. അതിൽ ശബരിനാഥൻ ഉൾപ്പെടെയുള്ളവർ അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല. ജനങ്ങളുടെ കാര്യങ്ങൾ നിർവഹിക്കാനാണ് ഓഫീസ്. ഇനി വാടക കുറഞ്ഞു പോയി എന്നുള്ളൊരു പരാമർശം ഇന്നലെ മുതൽ ചില ആളുകൾ പ്രചരിപ്പിക്കുകയാണ്. MLA 25,000 രൂപയിലധികം അലവൻസ് വാങ്ങിയിട്ട് 800 സംതിങ് രൂപ ചെറിയ വാടക കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ആക്ഷേപം. ഞാൻ ചോദിക്കട്ടെ, സംസ്ഥാനത്തെ LSTDകളുടെ മന്ദിരങ്ങളും സർക്കാർ ഓഫീസുകളിലും സൗജന്യമായി ഞങ്ങൾക്ക് ഇരിക്കാം. ഇവിടെ വാടക നിശ്ചയിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ജനപ്രതിനിധി എന്ന നിലയിൽ ഞങ്ങളവിടെ ബിസിനസ് സ്ഥാപനമല്ല നടത്തുന്നത്. MLAയുടെ ഓഫീസ് ഒരു വ്യാപാര സ്ഥാപനമല്ല. അത് ജനങ്ങൾക്ക് വരാനും ജനപ്രതിനിധികളെ കാണാനുമുള്ള സൗകര്യമാണ്. കൗൺസിലർമാർ വാടക കൊടുത്തിട്ടാണോ ഇരിക്കുന്നത്? അതെന്തുകൊണ്ടാണ്? കൗൺസിലർമാരും ജനപ്രതിനിധികളാണ്. അതുകൊണ്ടാണ് വാടക ഇല്ലാതെ തന്നെ അവർക്ക് ഉപയോഗിക്കാനുള്ള അനുവാദം കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഞങ്ങൾ മാന്യമായിട്ട് വാടക നിശ്ചയിച്ച് തരാൻ പറഞ്ഞു. നഗരസഭ ഒരു വാടക നിശ്ചയിച്ച് തന്നു. അത് ജനപ്രതിനിധി ആയതുകൊണ്ടായിരിക്കാം കുറഞ്ഞ നിരക്ക് നിശ്ചയിച്ചത്, അല്ലാതെ എന്തെങ്കിലും സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണോ? ഇന്ന് സംസ്ഥാനത്തെ പല MLAമാരും മിനിസ്റ്റർമാരും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നത് ഈ നിലയിൽ സൗജന്യമായിട്ടോ അല്ലെങ്കിൽ കുറഞ്ഞ വാടക നിരക്കിനോ ആണ്. അത് VK പ്രശാന്ത് MLAക്ക് മാത്രമായിട്ടൊരു സൗജന്യം നൽകിയതായിട്ട് പറയാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രചരണം നടത്തുന്ന ചില സൈബർ ഹാൻഡിലുകൾ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവർക്കെതിരെ സൈബർ പോലീസിൽ പരാതി നൽകുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അവരെ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്തിട്ട് ആ കാര്യം ഞങ്ങൾ അത്തരം പോസ്റ്റുകൾ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കെതിരെ ഞങ്ങൾ സൈബർ പോലീസിൽ കേസ് നൽകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഒന്ന്, ശ്രീലേഖയ്ക്ക് കിട്ടിയ ഓഫീസ് മുറി എന്ന നിലയിൽ ബാത്റൂമിൻ്റെ ചിത്രം പ്രചരിപ്പിക്കുകയാണ്. ഇതാണോ നേരത്തെ ഇരുന്ന BJP കൗൺസിലർ ഉപയോഗിച്ചിരുന്ന ബാത്റൂമിൻ്റെ അവിടെ ഇരുന്നുകൊണ്ടാണോ അദ്ദേഹം ഓഫീസ് പ്രവർത്തനം നടത്തിയത്? അവരുടെ ഓഫീസ് മുറിയോട് ചേർന്നുള്ള ടോയ്ലറ്റിൻ്റെ ചിത്രമാണ് ഓഫീസ് മുറി എന്ന നിലയിൽ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ഇത് സൈബർ ഇടങ്ങളിൽ പ്രചരിപ്പിച്ച് ഒരു അനുകമ്പ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. യഥാർത്ഥത്തിൽ അതല്ലല്ലോ, നിങ്ങളെല്ലാവരും കണ്ടതാണ്. അവിടെ കൃത്യമായി കൗൺസിലറുടെ ഓഫീസുണ്ട്, ഓഫീസിനോട് ചേർന്ന് ടോയ്ലറ്റ് ഉണ്ട്. ഇന്നലെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? ടോയ്ലറ്റ് പോലും ഇല്ലെന്നുള്ളതാണ്. ഇപ്പോൾ ടോയ്ലറ്റ് ഉണ്ടെന്ന് വ്യക്തമായി. അവിടെ ഒരു 4-5 പേർക്ക് സൗകര്യമായിട്ട് ഇരിക്കാം, കൗൺസിലർക്കും 4-5 പേർക്കും സൗകര്യമായിട്ട് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. നിങ്ങൾ ഒരു കാര്യം കൊണ്ട് മനസ്സിലാക്കണം, ഞാൻ മേയറായിരിക്കുമ്പോഴാണ് ഈ വാർഡ് കമ്മിറ്റി ഓഫീസർ കൗൺസിലർക്ക് അനുവദിക്കുന്നത്. അന്ന് ഇങ്ങനെ ഒരു സൗകര്യം അവിടെ ഇല്ല.